പെറ്റിയെടുക്കുന്ന പെണ്ണിന് കല്യാണം ആലോചിച്ച് ചെന്നത് പട്ടാളക്കാരനെ ഭർത്താവ് അറിയാതിരുന്നാ മതി. പിന്നെ മാനനഷ്ടത്തിന് കേസ് വേറെയും. കഴിഞ്ഞ കൊല്ലം വരെ ആ പെണ്ണ് ബാച്ചിലറായിരുന്നു. ഒരു കൊല്ലം കൊണ്ട് കല്യാണം കഴിച്ച് പ്രസവിക്കാൻ പറ്റുന്ന എനിക്കറിയാൻ പാടണ്ട. പെറ്റ പെണ്ണ് പോയി, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മുളന്തിരത്തിലൊരു പെണ്ണുണ്ട്, ഇന്നലെ വരെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അത് ഞാൻ ഉറപ്പുവരാ. പിന്നെ അറിയപ്പെടുന്ന രീതിയിൽ കുട്ടികളുമില്ല. നല്ല ഉഗ്ര ഫാമിലിയാ. പക്ഷേ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. ഇല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോ പെണ്ണ് പെൻഷൻ പറ്റി പിരിഞ്ഞു. എന്റെ കൈ കൊണ്ട് തന്നെ ചത്തോളാം. നീ വല്ല നേരത്തെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകത്ത്. എന്നെ ഈ പ്രായത്തിൽ പൊട്ടം കളിപ്പിക്കണമെന്ന് അമ്മക്കും അച്ഛനും വല്ല നിർബന്ധമുണ്ടാ? ഞാൻ ഇതുവരെ ഒരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ലല്ലോ. എനിക്കൊരു പെണ്ണും വേണ്ട, പിടക്കൊഴിയും വേണ്ട. ഏയ് തന്നെ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. താ ഇവിടെ വന്നിരിക്ക, പറയട്ടെ. ഇരിക്കണോ? അടുത്ത ആഴ്ച മാമോദിസ മുങ്ങി പള്ളിപ്പെരുന്നാൾ നടത്തി കഴിഞ്ഞാൽ ഉടനടി തന്റെ വിവാഹം. പാലത്തറയിലെ റോസ്മേരിയെ നീ കണ്ടിട്ടുള്ളല്ലേ? ആ കുട്ടി എങ്ങനെയാ? അതിന് പൊക്കമില്ല. പൊക്കം നമ്മുടെ ഗ്ലാഡീസിന്റെ അത്രയെങ്കിലും വേണ്ടേ? അല്ല ബാബുജി, നമുക്ക് കൈതമലയിലെ ആലീസായാല. അവള് നിന്നെ പോലെ കാക്കക്കറമ്പയല്ലടാ, കരിവണ്ടേ. നേരം നമ്മുടെ ഗ്ലാഡീസിന്റെ അത്രയെങ്കിലും വേണം. മായിത്തറയിലെ സെലീനയോ? അയ്യോ, അവക്ക് ആകപ്പാടെ ഈ എരിവാരി പോലെ ഇത്തിരിക്കുളം മുടിയേ ഉള്ളൂ. മുടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലാഡീസിന്റെ അത്രയും മുടി വേണമെന്നുള്ള കാര്യം എനിക്ക് നിർബന്ധമാണ്. എന്നാ പിന്നെ തനിക്ക് ഗ്ലാഡിസിനെ തന്നെ വിവാഹം ചെയ്തുകൂടെ? എനിക്ക് ഓഫീസ് വരെ പോകേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ഇറങ്ങട്ടെ. കുട്ടി ധൈര്യമായിട്ട് പൊക്കോളൂ, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പോയിക്കോളാം. അല്ല, എന്താ സീനിയർ വക്കീലൊന്നും മിണ്ടാത്തത്? തനിക്ക് ആ കുട്ടിയെ ഇഷ്ടമല്ലാന്നുണ്ടോ? ഗ്ലാഡീസ് നമ്മുടെ മോളായി വരുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം തന്നെയാ. പക്ഷേ അവള് പുലിക്കാട്ടിലെ വക്കച്ചന്റെ മകളാ. അവരിനി ചിലപ്പോ... അതെ, ഈ പുലിക്കാട്ടിലെ വക്കച്ചനും ഈ വക്കീലുമായിട്ട് കുറെ നാളായിട്ട് നല്ല സ്നേഹത്തിലാണ്. നമ്മളെ വാവച്ചിയാണെങ്കിൽ ഇടി പഠിച്ച് തന്നെ ഗ്ലാഡിസ് വക്കീലിന്റെ ആങ്ങളെ മരം നെഞ്ചെത്തുന്നു. ആ വീട്ടിൽ പെണ്ണാലേക്ക് ചെന്നാലേ നമ്മുടെ ബുഷിന്റെ മോള സദാം ഹുസൈന്റെ മോന് പെണ്ണുകാണാൻ ചെന്നോട്ടിരിക്കും. പരസ്പരം സംസാരിച്ചാൽ തീരാത്ത പരിഭവവും പിണക്കൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് സംസാരിക്കാം. ഇതിന്റെ ഇടയിൽ ഒരു കോഫി ആയിട്ട് വേണമെങ്കിൽ എനിക്ക് നിൽക്കാമായിരുന്നു. പക്ഷെ ഞാനൊരു ഹോമിയോ മരുന്ന് കഴിക്കണ്ടേ, കോഫി കൈ കൊണ്ടോണം പറഞ്ഞ. ഇനിയിപ്പോ അവർ ഈ ബന്ധത്തിന് സമ്മതിച്ചില്ലാന്നിരിക്കട്ടെ. താൻ പേടിക്കണ്ട. തനിക്ക് വേണ്ടി ഈ അച്ഛൻ ഒരു തെമ്മാടിത്തരം കൂടെ കാണിക്കും. തന്റെ ഈ അമ്മയെ വിളിച്ചിറക്കി കൊണ്ടുവന്നത് പോലെ അച്ഛൻ ആ കുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് നിങ്ങളുടെ വിവാഹം നടത്തി തരും. ഏതായാലും ആദ്യം മര്യാദയുടെ വഴി. നാട്ടുനടപ്പനുസരിച്ച് കാര്യങ്ങൾ ആലോചിക്കാൻ നമ്മൾ നേരെ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. വരണം വരണം അഖിലമ്മേ, വരൂ. എന്നാടി ഇങ്ങോട്ടൊന്ന് വന്നേ, കുരിശ് വീട്ടിൽ നിന്ന് അവരൊക്കെ വന്നിരിക്കുന്നു. കുരിശി വീട്ടിൽ നമസ്കാരം. അല്ല, സത്യം പറഞ്ഞ ഇവള് വന്ന് പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമേ ആയില്ല. അല്ല, കുരിശ് വീട്ടുകാർ ഇങ്ങനെ കുടുംബസമേതം. എന്തായാലും സന്തോഷമായി. കോളച്ച, നമ്മള് ഫിറ്റായിട്ട് വെറുതെ തോന്നുന്നല്ലോ. ക്ഷമിക്കണം, ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആയ ഞങ്ങൾ ഓരോന്ന് കയറും. മദ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മദ്യം കഴിക്കുന്ന അതിഥികൾ വന്നാൽ മദ്യം തന്നെ കൊടുക്കണം എന്നുള്ളതാണ് മര്യാദ. എങ്ങനെ സംഭവിച്ച ഓരോന്ന് ഒഴിക്കട്ടെ. വക്കീലമ്മ വാവ ഇത് കഴിക്കാറുള്ളതാ. അമ്മയും മോനും ദിവസവും വീട്ടിൽ വെള്ളമടിയല്ലേ. എന്തായാലും നമുക്ക് ഇന്ന് ഒരുമിച്ചിരുന്ന് ആഘോഷിക്കണം. ഞങ്ങള് പോയിട്ട് ചായ എടുത്തോണ്ട് വരാം. വാലസമ്മേ, വാവയുടെ മാമോദിസ ക്ഷണിക്കാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനും കൂടിയാ ഞങ്ങൾ വന്നത്. വക്കച്ചനില്ലേ ഇവിടെ? അപ്പം പുറത്തു പോയിരിക്ക. വക്കീലമ്മ കാര്യം പറഞ്ഞോ? അടുത്ത ഞായറാഴ്ച 11 മണിക്കാണ് മാമോദിസയുടെ ചടങ്ങ്. നിങ്ങളെല്ലാവരും കുടുംബസമേതം വന്ന് പങ്കെടുക്കണം. വീട്ടിലേക്ക് വരണം. കണ്ടോടാ പോളച്ച, മതസൗഹാർദ്ദം പൂത്തുലയുന്നത് കണ്ടോ? മകൻ ക്രിസ്ത്യാനി ആകുന്നതിന് ക്ഷണിക്കാൻ ഒരച്ഛൻ നമ്പൂതിരി. ലോകത്ത് ഇവിടെ മാത്രമേ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. ജാതി മതം എന്നൊക്കെ പറഞ്ഞ് തമ്മി തല്ലുന്നവര് ഇതൊക്കെ കണ്ട് പഠിക്കണം, അല്ലേ? പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞാലുടൻ വാവയുടെ വിവാഹം കൂടി അങ്ങ് നടത്തിയാലോ എന്നൊരാലോചനയുണ്ട്. അയ്യോ, മാമോദിസ കഴിയുന്ന കുഞ്ഞിന് ഉടനെ ഒരു വിവാഹം വേണോ? കുറച്ചുകൂടി വളർന്നിട്ട് പോരെ? പിന്നെ അല്ലാതെ. അതെ, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറക്കുകയും പൊറുക്കുകയും ഒക്കെ വേണം. ഇനിയൊന്നും മനസ്സ് വെച്ചോണ്ടിരിക്കരുത്. അല്ല, അങ്ങനെ പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളൊന്നും രണ്ടു ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല, ഇവിടുത്തെ കുട്ടിക്കും ഭാവയ്ക്കും ഒന്നിച്ച് ജീവിച്ചാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്.
ഇക്കാര്യം ഇവിടെ ഒന്ന് ആലോചിക്കാൻ കൂടിയാ ഞങ്ങൾ വന്നത്. ചേട്ടായി, എന്തുകൊണ്ട് നമ്മുടെ ഗ്ലാഡീസിന് ഒരു നല്ല ആലോചനയായിട്ടാ എനിക്ക് തോന്നുന്നത്. അവക്ക് പുറത്തുനിന്ന് കേസ് എടുക്കാതെ തന്നെ ഭർത്താവിന്റെ കേസുകൾ മാത്രം ബാധിക്കാം. വിദ്യാഭ്യാസമില്ലെങ്കിൽ സകല അഭ്യാസങ്ങളും അറിയാതെ ചങ്കൂറ്റുള്ള ഒരു ഭർത്താവ്. പോരാത്തിന് ജാതി ഇല്ലാത്ത മാമോദിസ മുങ്ങി ക്രിസ്ത്യാനിയാവാൻ പോകുന്നു. പിന്നെ എന്താ ഒരു കുറവ്? ചിലപ്പോ നമ്മുടെ കുടുംബക്കാര് ചോദിക്കായിരിക്കും, ചെറുക്കന്റെ അച്ഛൻ നമ്പൂരിയല്ലേ എന്ന്. അതിനും പരിഹാരമുണ്ട്. ഏതായാലും വാവ മാമോദിസ മുങ്ങാൻ പോവുകയല്ലേ. കൂട്ടത്തിൽ അച്ഛൻ നമ്പൂരിയെ കൂടെ മുക്കിയെടുത്താൽ ഒറ്റ ചിലവിൽ കാര്യങ്ങൾ നടക്കും. എന്താ നമ്പൂരിയെ, നമുക്കൊന്നങ്ങനെ മുങ്ങി. വേണ്ട, നിങ്ങളുടെ കുടുംബത്ത് വന്ന് കയറിയപ്പോ നീയൊക്കെ എന്താ വിചാരിച്ചത്? നിന്റെയൊക്കെ കളിയാക്കൽ കേട്ട് കുരിശും വെട്ടുകാരെ മുട്ടുകുത്തി നിൽക്കുമെന്നാ. എന്നെ നീ ഞോണ്ടിക്കോ, എന്റെ അച്ഛനമ്മേനെ ഞോണ്ടിയാണ്ടല്ല മുട്ടുമടക്കി ചങ്കിരി കേട്ട് ഞാൻ. അത് നിന്റെ വീട്ടിലായാലും ശരി, ഏത് കോടതിയിലായാലും ശരി, വാവ ചെയ്യുന്ന പറഞ്ഞാൽ ചെയ്തിരിക്കും. എടാടാ, നിന്റെയൊക്കെ കയ്യിലിരിപ്പുണ്ട് ഈ പാവപ്പെട്ട പെണ്ണുങ്ങളെ എന്തിനാടാ വെള്ളസാരി ഉടുപ്പിക്കണത്? എന്റെ പൊന്ന് പെങ്ങന്മാരെ, തല്ലും പിടിയും വേണ്ടെന്ന് പറഞ്ഞ് സമാധാന ചർച്ചയ്ക്ക് വന്നതാ ഞങ്ങള്. അപ്പൊ നിങ്ങളുടെ കെട്ടിയന്മാര് തല്ല് ചൂണ്ടയിട്ട് പിടിച്ചാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ക്ഷമിച്ചുകള, ഞങ്ങൾ ഇറങ്ങട്ടെ. പോവാച്ച. എന്റെ ഏട്ടന്മാർ അങ്ങയോട് വളരെ മോശമായി പെരുമാറിയെന്നറിഞ്ഞു. അവർക്ക് വേണ്ടി ഞാൻ... അതൊന്നും സാരല്ല കുട്ടി, അവർക്ക് ഈ കുടുംബത്തോടുള്ള വഴക്ക് തീർന്നിട്ടില്ല. ആ നിലയ്ക്ക് ഞങ്ങൾ അവിടെ വരാൻ പാടില്ലായിരുന്നു. തിരുമേനി പറഞ്ഞത് ശരിയാ. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാ. അതുകൊണ്ടാ അങ്ങനെ ഒരു ആലോചനയെ കുറിച്ച് ഞാൻ ചിന്തിക്കാതിരുന്നത്. അല്ലാതെ നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ഇനിയിപ്പോ തന്റെ വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെ മരുമകളാക്കാം എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. എന്റെ വീട്ടുകാരുടെ എതിർപ്പ് ഞാൻ കാര്യാക്കുന്നില്ല. സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള അറിവും അവകാശവും എനിക്കുണ്ട്. എന്റെ ജീവിതത്തെ കുറിച്ച് തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ? നിന്റെ ജീവിതത്തെ കുറിച്ച് തീരുമാനിക്കാൻ നിനക്ക് അവകാശമുള്ളത് പോലെ നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ നിന്റെ കുടുംബക്കാർക്കും അവകാശമുണ്ട്. വലിയ വാചടിക്കാനായിട്ട് വന്നേ. എന്താ? ഇങ്ങോട്ട് വാ. എവിടേക്കാ? എന്താ? കേറി. ധ്യാനിക്കണം നിങ്ങളുടെ മോള്. ഞാനൊന്ന് മൂളിയാ മതി, ഏത് നരകത്തിലോട്ട് എന്റെ കൂടെ വരാൻ ഇവള് തയ്യാറാണ്. രജിസ്റ്റർ ഓഫീസിന്റെ വാതിക്കച്ച് നിന്നാ മതി, ഞങ്ങളുടെ വിവാഹം നടത്താം. പക്ഷെ ഞാനത് ചെയ്യണില്ല. രണ്ട് കുടുംബക്കാരുടെയും സമ്മതമില്ലാതെ ഒരു വിവാഹം ഇവിടെ നടക്കണ്ട. അങ്ങനെ നടക്കാത്തതിന്റെ ദുരിതങ്ങൾ ഒരുപാട് അനുഭവിച്ചവനാ ഞാൻ. ഇനി അത് ആവർത്തിക്കണ്ട. എല്ലാവരുടെയും സമ്മതത്തോടുള്ള കൂടിച്ചേരലിലെ ഒരു സുഖമുള്ളൂ, സമാധാനമുള്ളൂ. തന്റെ വീട്ടുകാർക്ക് താല്പര്യമില്ലാതെ വെറുതെ തല്ലിപ്പിഴിപ്പിച്ച ഒരു ജീവിതമൊന്നും നമുക്ക് വേണ്ട വക്കീല്. വാവ ഇതുവരെ വാവയ്ക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. ഇനി അങ്ങനെയൊക്കെ തന്നെ മതി. മനസ്സിൽ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് മറന്നു കളവക്കില്ലേ. തനിക്ക് നല്ല കിടിലൻ ചെറുക്കൻ ഇവര് കണ്ടുപിടിച്ചു തരും. അതൊരു വക്കീലാണെങ്കിൽ ബെസ്റ്റ്. ഇപ്പൊ എന്റെ കേസ് തന്നെ കൂടിയിട്ട് ഓവർലോഡാ. തന്റെ ചെറുക്കനും കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ രണ്ടുപേർക്കും കൂടെ വീതം വെച്ച് തന്നേക്കാം. അപ്പൊ ഞാൻ പോട്ടെ. അമ്മേ സർവേശ്വരി, അമ്മേ. ആരാ? വക്കച്ചനാ. അകത്തേക്ക് വരാവോ?
വീട്ടിൽ വരുന്നവരെ കുരിശു വീട്ടുകാര് അപമാനിക്കാറില്ല. ധൈര്യമായിട്ട് കയറി വരണം. നിന്ന് ചളുങ്ങാതെ കേറി വാടാ പിള്ളേരെ. വാശിമൂത്ത് കഴിയുമ്പോ ചില ചെറ്റത്തരമൊക്കെ കാണിക്കുമെങ്കിലും ഈ വക്കച്ചന് അത്ര ദുഷ്ടനൊന്നുമല്ല. എന്റെ മോളുടെ കണ്ണ് നിറഞ്ഞാൽ അതെനിക്ക് സഹിക്കാനൊക്കത്തില്ല. എന്ന് വെച്ച് ഞാൻ പുണ്യാളാണെന്നും പറഞ്ഞ് നിങ്ങൾ നൊവേനയൊല്ലും ഒന്നും വേണ്ട. അത്യാവശ്യം വാശിയും വൈരാഗ്യവും ഒക്കെ കുരിശു വീട്ടുകാരോട് കാണിച്ചിട്ടുള്ള ആള് തന്നെയാ വക്കച്ചൻ. എന്നാലും എന്റെ മോൾ ഇവിടുത്തെ വക്കീലായിട്ട് ജോലി ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ എതിര് നിന്നിട്ടില്ല. എന്താ കാര്യം? അവളുടെ ഇഷ്ടവും അഭിപ്രായവും ഞാൻ മാനിക്കുന്നത് കൊണ്ട്. അല്ലാണ്ട് പിന്നെന്താ? അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന ആലോചനയുടെ കാര്യത്തിലും എന്റെ മോളുടെ ഇഷ്ടത്തെ ഞങ്ങൾ മാനിക്കുകയാണ്. എന്താ മനസ്സിലായില്ലേ? എടോ, നിങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾക്ക് സമ്മതമാണെന്ന്. പിന്നെ എന്റെ മോളെ കല്യാണം കഴിക്കുന്നവൻ ഒരു ക്രിസ്ത്യാനിയായിരിക്കണമെന്നൊരൊറ്റ നിർബന്ധമേ എനിക്കുള്ളൂ. ഇയാള് മാമോദിസ മുങ്ങുന്നതോടെ ആ പ്രശ്നത്തിനും പരിഹാരമായി. പിന്നെ ഞാൻ എന്തിനാ വെറുതെ എന്റെ മോളെ ഇഷ്ടത്തിന് എതിര് നിൽക്കുന്നത്, അല്ലേ? ആ നീയൊക്കെ എന്നാണ് പിള്ളേരെ ഒരുമാതിരി കഷായം കുടിച്ച പോലെ നിൽക്കുന്നത്? എടാ, ഇയാള് നിന്റെയൊക്കെ അളിയനായിട്ട് വന്നാൽ നീയൊന്നും പിന്നെ ഇടികൊള്ളണ്ടല്ലോ. അതോർത്തൊന്ന് സന്തോഷിക്കേ. പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയവരോട് മര്യാദയില്ലാതെ പെരുമാറിയതിന് പോയൊരു സോറി പറഞ്ഞ് മാപ്പ് പറ. കള്ളിന്റെ പുറത്ത് ഞങ്ങള് ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ഒന്നും മനസ്സിൽ വെക്കരുത്. ഹേയ്, അതൊക്കെ ഞങ്ങൾ അപ്പോഴേ മറന്നില്ലേ. സത്യം പറഞ്ഞ ഇപ്പൊ വലിയ സന്തോഷായി. ഇനിയൊക്കെ മംഗളായിട്ട് നടന്നോളൂ. ആ അപ്പൊ അടുത്ത ആഴ്ച വാവയുടെ മാമോദിസ, പിന്നെ പള്ളിപ്പെരുന്നാള്, അത് കഴിഞ്ഞ ഉടനടി കല്യാണം. എന്താ സമ്മതമല്ലേ? പ്രാർത്ഥന കഴിഞ്ഞതല്ലേ, വക്കച്ചായന് സ്തുതി കൊടുക്കുവാവേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും തമ്പുരാന് സ്തുതിയായിരിക്കട്ടെ.